ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ കമ്പമാണ്. കമ്പത്തെ ഒരു മാർക്കറ്റാണ്. മാർക്കറ്റിലെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇത് അതിർത്തിയായ കമ്പമട്ടാണ്. കമ്പമട്ട് ചെക്ക് പോസ്റ്റ് കടന്ന് വേണം നമുക്ക് കമ്പത്തിലേക്ക് കടക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് പോസ്റ്റെല്ലാം കടന്ന് കുറച്ച് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ അത്യാവശ്യം ഇപ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. കൂടുതൽ കാഴ്ചകൾ നമ്മൾ പോകുമ്പോഴെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്ത് വരുമ്പോൾ ചെറിയൊരു ടെമ്പിളിൻ്റെ ഒരു കാണിക്കവഞ്ചി കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടുത്തെ സേഫ്റ്റി ഗാർഡാണിത്. ഈ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നതുകൊണ്ട് വണ്ടി ഏതായാലും ആക്സിഡൻറ്റോ തട്ടോ ഇടിയോ എന്തെങ്കിലും ഉണ്ടായ വണ്ടിയുടെ ആ ഒരു വേഗത കുറയ്ക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ സജ്ജീകരണം എല്ലാം സേഫ്റ്റി ആയിട്ട് ചെയ്തേക്കുന്നത്. ഇതൊരു നല്ല കാര്യം തന്നെയാണ്. കുറച്ച് ദൂരം ഇറങ്ങി വരുമ്പോഴേക്കിന് ഉള്ള വ്യൂ ആണിത്. ഇത് തന്നെ നല്ലൊരു കാഴ്ചയാണ്. ഇതാണ് ഇവിടുത്തെ കാവൽക്കാരും ആൾക്കാരും. ഇത് നല്ല ഒരു വ്യൂ പോയിന്റാണ് ഇവിടെ. അവനെന്തോ എൻ്റെ ഫുഡോ കാര്യങ്ങളോ എന്തോ ഉണ്ടെന്ന് ഓർത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കെല്ലാം വന്ന് നമ്മുടെ വണ്ടിയിൽ തട്ടി ചോദിക്കുന്നുണ്ട് എന്തേലും ഉണ്ടോ. കണ്ടോ എന്തേലും ഫുഡും കാര്യങ്ങളുമായിട്ട് വന്നാന്നോർത്താണ് അവൻ കയറി പിടിക്കുന്നത്. ഇതൊരു കൗതുകമുള്ള കാഴ്ചയാണ് ഇവിടുത്തെ ഈ റൂട്ടിലുള്ള. ഇവിടെ വരുന്ന വഴിക്കെല്ലാം ഈ രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏകദേശം നമ്മൾ മല ഇറങ്ങി കമ്പത്തോട് അടുക്കാറാകുന്ന ഏരിയയാണിത്. ഇവിടെ ഒരു സൈഡ് ഫുള്ള് ഇതുപോലെ പുളിമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഒരു സൈഡ് നല്ല നീളത്തിൽ അങ്ങ് കമ്പം വരെ ഇതുപോലെ പുളിമരങ്ങളാണ്. കുറച്ച് ദൂരം ചെല്ലുമ്പോഴേക്കും 2 സൈഡുകളിലും ഇതുപോലെ മരങ്ങൾ, ഇത് പുളിമരങ്ങൾ തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ, ഇത് സൈഡിൽ 2 സൈഡിലും പുളിമരങ്ങൾ ഇങ്ങനെ ആർത്ത് റോഡിലേക്ക് നിൽക്കുകയാണ്. പുളി ഉണ്ടാകുന്ന ടൈമാണ് ഇപ്പം. ഇതെല്ലാം ചെറിയ ചെറിയ പുളികളായിട്ടുണ്ട്.